ഷീമ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. കപ്പപ്പുട്ടുണ്ട്, ഗോതമ്പുട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ് പുട്ടും ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. ഇന്ന് രാവിലെ സ്കോട്ട്ലൻഡിന് ലഞ്ചിനും ഉണ്ടാകാനായിട്ട് ക്യാരറ്റ് തോരനും അതുപോലെ തന്നെ ഒരു സ്പൂൺ കടലക്കറി മുട്ട തിളപ്പിച്ചതുമായിരുന്നു കേട്ടോ കറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോറിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയും. നേരത്തെ ഞാനിങ്ങനെ കറിയുടെ ബോക്സിൽ എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. അവർക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് മാറി വരുന്നതല്ലേ. അപ്പോൾ സെംസൺ വെസ്റ്റേൺ ആക്കി വന്നപ്പോഴത്തേക്കും കക്കയിറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി കക്കയിറച്ചി വാങ്ങിയിട്ട്. ഞാനിപ്പോൾ രാവിലെ പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് കക്കയിറച്ചി കിട്ടുന്നില്ല. അപ്പം അത് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പും കല്ലുപ്പാണ് കൂടുതൽ ചേർക്കുന്നത്, വേവിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് മൺചട്ടിയാണ് കേട്ടോ കറി വയ്ക്കാൻ ഇഷ്ടം. മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഇത് തിള വരുമ്പോൾ തന്നെ എന്തായാലും ഇതിന്ന് ഓൾറെഡി വെള്ളം എന്തായാലും വരും. ആ വെള്ളം അങ്ങനെ തന്നെ ഞാൻ പറ്റിച്ചെടുക്കും. എന്നിട്ട് അപ്പോൾ ആ പറ്റി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നെയ്യ് വരും കക്കയിറച്ചിയുടെ. അതിൽ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് പറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വയ്ക്കണം. ഓൾറെഡി ഇത് അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും, ഒരു പകുതി പരുവായിട്ടുണ്ടാവും. മാറ്റി വയ്ക്കുക. അതിനുശേഷം സവാള, പച്ചമുളക്, ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കണം മസാല. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്താൽ മതി. കാരണം കുരുമുളകിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി കക്കയിറച്ചി രണ്ടാമത് റെഡിയാക്കുമ്പോൾ കുരുമുളക് ഇടും. അപ്പോൾ അത്രയും എരിവിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ കക്കയിറച്ചി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്താണെന്ന് വെച്ചാൽ എണ്ണ കുറവായതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലയായിട്ട് യോജിപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടിച്ചത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ കക്കയിറച്ചിയായിട്ട് യോജിപ്പിച്ചെടുക്കുക. എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കക്കയിറച്ചി. അതൊന്ന് മൂത്ത് പരുവാകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു കാര്യം ചേർക്കാനുള്ളത് ഇറച്ചി മസാലയാണ്. ഇറച്ചി മസാല ഒരു അര സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി മസാല ടേസ്റ്റ് ആയാലും ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. മല്ലിപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയെടുക്കുക എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാതിരിക്കാനാണ്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കി ഒടിക്കും കക്കയിറച്ചി ആയതുകൊണ്ടേ. അങ്ങനെ അതും കൂടി ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതായത് ഈ മസാല ഇടുന്നതുകൊണ്ട് മസാലയുടെ ആ ഒരു പച്ചപ്പൊക്കെ മാറാനും ഇതൊക്കെ മാറാനായിട്ടാണ് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കക്കയിറച്ചി അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അടിപൊളിയായിരിക്കും. ഇത് ഒരു മോരുചാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ സൂപ്പർ ആയിക്കോട്ടെ, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു ഉച്ചയൂണ് ഒന്ന് കഴിച്ച് നോക്കൂട്ടോ. എന്തായാലും ട്രൈ ചെയ്യാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ടു നോക്കിക്കോ. ഓണത്തിൻ്റേതാണെങ്കിലും നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ, താങ്ക്